പ്രായഭാഷ ഭേദമന്യേ ഭക്തലക്ഷങ്ങളാണ് പൊങ്കാലയിടാനായി ഇന്ന് അനന്തപുരിയിലെത്തിയത്. റിപ്പോർട്ട്. ഭക്തിയുടെ പുണ്യം നുകർന്ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ പ്രായം ഒരു തടസ്സമേ അല്ലായിരുന്നു. ആദ്യമായി പൊങ്കാലയിട്ടവർക്കും വ്യത്യസ്ത അനുഭവമായിരുന്നു. എനിക്ക് എല്ലാ ദൈവങ്ങളും ഒന്നാണ്. ഞാൻ അമ്പലത്തിലും പോകും, പള്ളിയിൽ പോയി. എനിക്ക് അങ്ങനെ ഇന്ന ദൈവമൊന്നുമില്ല. എനിക്ക് ഒരു വിശ്വാസമാണ്. നമ്മളാ വിഗ്രഹം, ഫോട്ടോ അതിലൊന്നുമല്ല. അതിന് പിന്നിൽ ഒരു പവറുണ്ട്. ആ പവറിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. വർഷങ്ങളായി കുംഭമാസത്തിലെ പൂരം നാളിൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു വരും ഒട്ടേറെ. നമ്മൾ പ്രാർത്ഥിക്കണൊക്കെ ശരിയാവാറുണ്ട്. ഇവിടെ വന്നിട്ട് വ്രതം എടുത്തിട്ട് വന്നിട്ടാണ് പൊങ്കാല ഇടാറുള്ളത്. ദുബായിൽ ഞാൻ എൻ്റെ വീട്ടിലാണ് ചെയ്യാറുള്ളത്. അവിടെ മറ്റു സൗകര്യങ്ങളൊക്കെ അതിന്റെ പരിമിതി കാരണം വീട്ടിൽ തന്നെ. ഇവിടെ നമ്മുടെ പൊങ്കാല അടുപ്പ് കത്തിക്കുന്ന നേരത്ത് ഞാൻ അവിടെ ചെയ്യും. അഭീഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ആത്മസായുജ്യം അണയുകയാണിവർ. കാലാവസ്ഥ അമ്മേരെ ഒരു വീർത്തം വീഴുന്നു മൂട്ടില്. അത് അമ്മേരെ ആ വിശ്വാസമല്ലേ. എന്നിട്ട് വലുതായിട്ടൊന്നും പെയ്തില്ല, ഒന്നും നനച്ചു. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ പെരുമ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ നല്ല രീതിയിൽ മനസ്സറിച്ച് അർപ്പിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഫലം തരും. നല്ല മനസ്സോട് കൂടി ഇടണം. വർഷം കഴിയുന്തോറും ഭക്തിയുടെ പുണ്യം മനസ്സുകളിൽ നിന്നും മനസ്സുകളിലേക്ക് പകരുകയാണ് പൊങ്കാല അർപ്പണത്തിലൂടെ. പൊങ്കാലക്കലങ്ങളിൽ തിളച്ചു തൂവുന്നത് നമ്മുടെ ഉള്ളിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ്. അഭീഷ്ടകാരി സിദ്ധിക്കായി എല്ലാം അർപ്പിച്ച് ദേവിക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി അനന്തപുരിയിൽ നിന്നും സത്യരാജിനോടൊപ്പം വി ശ്രീകുമാർ.